അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പിസോഡ് 4 ഒരു അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു പുള്ളിക്കാരൻ, ഈ നവിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എന്ത് തേങ്ങയാണ് ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ആദ്യം തന്നെ ഇന്ന് രാവിലെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുമോളും ആപ്പാനി ശരത്തുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിലൂടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോളിന് നല്ല ടെൻഷൻ. എല്ലാ എപ്പിസോഡ്സും ഇപ്പോൾ 4 ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അനീഷിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ്. അനീഷ് എന്തോ ഭയങ്കര സംഭവമാണെന്നാണ് അനിമോൾ വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. അനിമോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അനിമോളൊരു കപ്പാസിറ്റി ഉള്ളൊരു ഗുഡ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അനീഷിൻ്റെ കാര്യം അനിമോളെ വിട്ട് കളയുന്നതായിരിക്കും നല്ലത്. കാരണം വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റാണ് ഇയാളുടെ ഈ സ്ട്രാറ്റജിയും സംഭവമൊക്കെ കൊണ്ട് ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കിപ്പം തന്നെ 100% ഉറപ്പായിട്ട് പറയും. കാരണം 99.9% ആൾക്കാർക്കും ഇയാളെ വെറുപ്പിക്കൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരമാർത്ഥമായ സത്യമാണ്. അപ്പം രാവിലെ തന്നെ നല്ലൊരു ടാസ്കും പണിയുമാണ് ബിഗ് ബോസ് കൊടുത്തത്. അതായത് ഇരട്ടപ്പേരിടുക, ഇഷ്ടപ്പെട്ട ആൾക്കാരെയും ഇഷ്ടപ്പെടാത്ത ആൾക്കാരെയും കൊണ്ട് പറയാതെ. അപ്പോൾ ഇന്ന് ഹൈലൈറ്റ് ആയിട്ട് ആ പേര് മാറിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണുവിൻ്റെയാണ്. രേണുവിനെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്നാണ് അഭിസംബോധന ചെയ്തത്. അതെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ഒരു പേരായിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും പുള്ളി പിന്നീട് വന്നിട്ട് ന്യായീകരിക്കുന്നതും എഴുതുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇവർക്ക് ഫീലായിട്ടുണ്ടാവും. അങ്ങനെയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, അവരുടെ കണ്ടൻറ്റിനെയാണ് സെപ്റ്റി ടാങ്കുമായിട്ട് അവൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നാലും വളരെ ചീപ്പായിട്ടുള്ള ഒരാളുടെ സ്റ്റാൻഡേർഡ് കാണിക്കുന്ന തരത്തിലുള്ള ഒരു പേരിടലായിപ്പോയി അക്ബർ കാണിച്ചു വെച്ചത് എന്നത് 100% നമുക്ക് ഒരു സംശയവുമില്ലാതെ ആ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫൈനൽ അനാലിസിസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ വോട്ട് വന്നത് ആദില നൂറയ്ക്കാണ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് മാറിയത് ആദില നൂറയുടെ കൂടെ അനുമോളും ഉണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് അനുമോളിനെയും കൂടി എല്ലാവരും കൂടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ഏറ്റവും ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷ് മോൻ വന്നിട്ടുണ്ട്. അനീഷ് മോൻ ഭയങ്കരമായിട്ടുള്ള സ്ട്രാറ്റജിയും പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നെഗറ്റീവായിട്ട് അവസാനം സൂപ്പർ സ്റ്റാർ ആവാമെന്നൊക്കെ ആയിരിക്കും പുള്ളി മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷേ ഒരു തേങ്ങയും നടക്കാൻ പോകുന്നില്ല എന്ന് നമ്മളെല്ലാ പ്രേക്ഷകർക്കും അറിയാം. അതിനുശേഷം രേണു ഉള്ളിൽ വന്നിട്ട് ആ ഒരു പേരിനെ കൊണ്ട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും ക്യൂട്ടി പൈ, മറ്റേ പൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേര്, ഇവക്ക് മാത്രം ഇങ്ങനെയെന്ന് പറയണ്ടായിരുന്നു. അത് ഒരു ഏതൊരു മനുഷ്യനാണെങ്കിലും ചെറിയൊരു വിഷമമൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാവും. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ ഷോ, ആരും എന്തും പറയാം, നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, അങ്ങനെയൊക്കെ അതൊക്കെ ശരിയാണ്. പക്ഷേ വളരെ വൃത്തികെട്ട രീതിയിലുള്ളൊരു പരാമർശമായിപ്പോയി അക്ബറിൻ്റെ എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു രേണു അവിടെ ഡൗൺ ആയി പോകും വലുതായിട്ട്. പക്ഷേ രേണു ആ ഒരു ടാസ്കിൽ തന്നെ എന്താ പറയുക, വേട്ടക്കാരൻ എന്നുള്ളൊരു പേര് മറ്റേ അക്ബറിന് കൊടുക്കുകയുണ്ടായി. അതെന്തായാലും നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ ഹൗസിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആദില നൂറ ചിലപ്പോൾ പിരിയോ, അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പിലോട്ടേക്ക് പോവോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് എന്താ പറയുക ഫ്രണ്ട്സ് ആവുമോ ഗ്യാങ് ആവുമോ എന്നൊക്കെ നമുക്ക് നോക്കിയറിയണം. എപ്പോഴും പാർട്ട്ണറായി വന്ന ആൾക്കാർ തമ്മിൽ തെറ്റാനുള്ള സാധ്യത എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ കൂടുതലാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ തന്നെ രേണു കുറേ സമയം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷേ സ്ട്രാറ്റജിയൊക്കെ മെനയാനുള്ള ഒരു കഴിവ് രേണുവിനുണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ഷാനവാസിൻ്റെ കുറേ തമാശകളും കൂടി ഇന്ന് പറയേണ്ടതായിട്ട് ഉണ്ട്. ഷാനവാസ് ഒരു റിയൽ ലൈഫ് സീരിയൽ അമ്മാവനായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പുള്ളിയുടെ ഓരോ പെരുമാറ്റവും ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പം തന്നെ എൻ്റെ മക്കളെ ആ ഒരു തരത്തിലുള്ള ഫീലാണ് ഫുൾ ഓൺ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു, ജയിലിലോട്ടേക്ക് പറഞ്ഞയക്കാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ നോമിനേഷനിലേക്ക് എത്തുന്ന, ഡയറക്റ്റ് എലിമിനേഷനിലേക്ക് എത്തുന്ന പോലെയുള്ളൊരു ടാസ്ക് ആയിരുന്നു കോയിൻ പെറുക്കൽ. അതിലേറ്റവും കൂടുതൽ കിട്ടിയത് അക്ബറിനായിരുന്നു. പക്ഷേ തിരിച്ച് പണിയായി പുള്ളി തന്നെ എലിമിനേഷനിൽ അല്ലെങ്കിൽ നോമിനേഷനിൽ വന്നിരിക്കുന്ന ഒരു സംഭവമായിട്ട് എത്തി. കാരണം 7ൻ്റെ പണി കൊടുക്കലാണല്ലോ ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.